ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോഴാണ് കണ്ണും പൂട്ടി പ്രാർത്ഥനയിലിരുന്നവൾ പതിയെ കണ്ണുകൾ തുറന്നത്. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഏതോ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായാണ് അവൾക്ക് തോന്നിയത്. അവൾ തൻ്റെ കയ്യിലുള്ള ബാഗ് മുറുകെ പിടിച്ച് പതിയെ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കി. എവിടേക്കാ? അവൾ എഴുന്നേറ്റതും അവളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റിൽ നിന്നും ഹർഷൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് പുറത്തേക്ക് പതിഞ്ഞുള്ള അവളുടെ ശബ്ദം. ഇത് കാറല്ല, നിർത്തുമ്പോൾ ഇറങ്ങാൻ, പുച്ഛത്തോടെയുള്ള അവൻ്റെ സംസാരം. അവൾ നിന്നിടത്ത് നിന്ന് വീണ്ടും സീറ്റിലേക്കിരുന്നു. പിന്നെ അവൻ്റെ ഭാഗം നോക്കാനേ പോയില്ല. ഒരു 10 മിനിറ്റിന് ശേഷം അവൻ എഴുന്നേറ്റ് ഇറങ്ങാൻ നിൽക്കുന്നതിനിടെ അവളെ ഒന്ന് നോക്കി. വേഗം മുറുകെ പിടിച്ച് പുറത്തേക്ക് നോട്ടം പായിച്ചിരിക്കുകയാണ് അവൾ. ഡീ, വരുന്നില്ലേ? ഉറക്കെയുള്ള അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു. തൻ്റെ കുഞ്ഞു ബാഗ് മാറോടടക്കി പിടിച്ച് അവൾ അവനെ നോക്കി. നോക്കി നിൽക്കാതെ ഇറങ്ങി വാടി. അവളുടെ നിൽപ്പും നോട്ടവും അവന് തീരെ പിടിക്കുന്നില്ല. പിന്നെ ഒന്നും നോക്കാതെ അവൻ ഇറങ്ങുന്നതിന് പിറകിലായി അവളും ഇറങ്ങി. ജെറ്റ് വിട്ടതുപോലെയുള്ള അവൻ്റെ നടത്തത്തിനിടയിൽ പെണ്ണിന് അവൻ്റെ ഒപ്പം എത്താനേ കഴിയുന്നില്ല. അവൻ നടക്കുകയും അവൾ ഓടുകയും ചെയ്തു. അവൻ നടന്ന് എത്തിച്ചേർന്നത് ഒരു ഇരുനില വീടിൻ്റെ മുന്നിലായാണ്. പിറകിലായി അവളും. അപ്പോഴാണ് അവൾ ചുറ്റും ശ്രദ്ധിക്കുന്നത്. ഈ ഭാഗത്ത് ഈ വീടല്ലാതെ മറ്റൊന്നുമില്ല. ചുറ്റും പച്ചപ്പ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെവിടെയാണെന്ന് പോലും അവൾക്ക് അറിയുന്നില്ല, ഭയം മനസ്സിലുണ്ടെങ്കിലും. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കൂടി തന്നെയാണല്ലോ താൻ വന്നതെന്ന് ഓർക്കുമ്പോൾ അവൾ മറ്റെല്ലാം മറക്കും. 1 വർഷം, തൻ്റെ ജീവിതം മറ്റൊരാൾക്ക് സമർപ്പിച്ച വർഷം. ആ 1 വർഷത്തേക്ക് സ്വന്തമായി അഭിപ്രായങ്ങളോ സ്വാതന്ത്ര്യമോ ഇല്ല. പറയുന്നത് അനുസരിക്കുന്ന ഒരു റോബോട്ട് മാത്രമാണ് താൻ. കഴിഞ്ഞോ? വീണ്ടും ഉറക്കെയുള്ള അവൻ്റെ ശബ്ദം. പെണ്ണ് വീണ്ടും ഞെട്ടി. സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ അകത്തേക്ക് വാ. ദേഷ്യത്തോടെയുള്ള അവൻ്റെ നോട്ടം പെണ്ണിന് വല്ലാതെ തോന്നി. ഇതിനു മാത്രം താൻ എന്തു ചെയ്തു? അവളുടെ മനസ്സിൽ സംശയമില്ലാതിരുന്നില്ല. അവൻ്റെ കൂടെ അവളും അകത്തേക്ക് കയറി. പുറത്തുള്ളതുപോലെ വീടിനകവും അതിസുന്ദരമാണ്. അവൾ കണ്ണെടുക്കാതെ എല്ലാം നോക്കി. തൻ്റെ കാഴ്ചയിൽ ആദ്യമായാണ് ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നത്. അതിൻ്റെ ആകാംക്ഷ പെണ്ണിൻ്റെ മുഖത്തുണ്ട്. ദാ, ആ റൂം നിനക്ക് യൂസ് ചെയ്യാം. നാളെ ഇവിടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ പോയി ഫ്രഷ് ആകൂ. ബാക്കിയൊക്കെ ഞാൻ രാത്രി പറയാം. ഞാനിപ്പോൾ പുറത്തു പോകുന്നു. എന്താവശ്യമുണ്ടെങ്കിലും അടുക്കളയിൽ സെർവൻസ് ഉണ്ട്, അവരോട് പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞു ഫ്രണ്ട് ഡോർ വലിച്ചടച്ച് അവൻ പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞെന്ന് അറിഞ്ഞതും അടുക്കളയിൽ നിന്ന് സെർവൻ്റ് പതിയെ തല പുറത്തേക്കിട്ടു. അത് വ്യക്തമായി അഭി കാണുകയും ചെയ്തു. ആ സ്ത്രീയെ കണ്ടതും അവൾ ആ സ്ത്രീക്ക് പുഞ്ചിരി കൈമാറി. തൻ്റെ അമ്മയെപ്പോലെയുണ്ട് ഒറ്റ നോട്ടത്തിൽ. അങ്ങനെയാണ് അവൾക്ക് തോന്നിയത്. അമ്മയെപ്പോലെ മുഷിഞ്ഞ കോട്ടൺ സാരിയും ചുവന്ന വട്ടപ്പൊട്ടും, മുഖത്തെ അതേ പ്രസന്നതയും, എല്ലാം അമ്മയെപ്പോലെ തന്നെ. അവൾ തൻ്റെ ബാഗ് നിലത്തേക്ക് വെച്ച് പതിയെ സെർവൻറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അമ്മേ. അവൾക്ക് ആ സ്ത്രീയെ അങ്ങനെ വിളിക്കാനായിരുന്നു തോന്നിയത്. പ്രതീക്ഷിക്കാതെ ആ വിളിയിൽ അഭിയിൽ നിന്ന് കേട്ടതും ആ സ്ത്രീ വിതുമ്പിപ്പോയി. സോറി, ഞാൻ അറിയാതെ. അവൾ സംബോധന ചെയ്ത രീതി അവർക്ക് ഇഷ്ടമായില്ല എന്നാണ് അവൾ കരുതിയത്. അയ്യോ കുഞ്ഞെ, അങ്ങനെ പറയല്ലേ. മോള് അമ്മയെന്ന് വിളിച്ചപ്പോൾ സന്തോഷമായി. വർഷങ്ങളായിരിക്കുന്നു ഞാൻ ആ വിളി കേൾക്കാതെ. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? സാരിയുടെ തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ച് ആ സ്ത്രീ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു. വേണ്ട, വിശപ്പില്ല. അമ്മയുടെ പേരെന്ത്? കുറേ നേരങ്ങൾക്ക് ശേഷം ഒരാളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് ആശ്വാസമുണ്ട്. എത്ര നേരമെന്ന് വെച്ചാൽ മൗനമായി ഇരിക്കുന്നത്? കല്യാണി. ഞാനും കേരളത്തിലാണ്, അങ്ങ് കണ്ണൂര്. ചെന്നൈയിലേക്ക് വന്നിട്ട് 8-10 വർഷമായി. കുഞ്ഞിൻ്റെ അച്ഛൻ ഉണ്ടാകുമ്പോഴേ ഇവിടെ തന്നെയാണ്. അവർ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവൾ മൂളിക്കേട്ടു. മോള് പോയി കുറച്ചു നേരം ഉറങ്ങൂ. യാത്രാക്ഷീണം ഉണ്ടാകില്ലേ? അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കാം. കുഞ്ഞൊന്നും പറഞ്ഞില്ല മോൾ ഇവിടേക്ക് വരുമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കരുതിയേനെ. ഞാൻ കരുതി കെട്ട് കഴിഞ്ഞ് നേരെ നന്ദനത്തിലേക്ക് പോകുമെന്ന്. കെട്ട്? അവൾ സംശയത്തോടെ മുഖം ചുളിച്ച് ചോദിച്ചു. കല്യാണം. കുഞ്ഞു ഒരാഴ്ച മുമ്പ് വന്നപ്പോൾ പറഞ്ഞു ഇനി വരുമ്പോൾ കൂടെ തൻ്റെ ഭാര്യയും ഉണ്ടാകുമെന്ന്. അത് സത്യമാകുമെന്ന് തീരെ നനച്ചില്ല. എന്തായാലും സന്തോഷമായി. നന്ദിനി കുഞ്ഞിനും സന്തോഷമാകും. അവർ എന്താ പറയുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നും അവൾക്ക് അറിയുന്നില്ല. കൂടുതലായി ചികഞ്ഞു ചോദിക്കാനും അവൾ മുതിർന്നില്ല. ഇവരോടൊക്കെ അയാൾ എന്താണ് പറഞ്ഞത് എന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. തനിക്ക് കാണിച്ചു തന്ന റൂമിലേക്ക് നിലത്ത് വെച്ച ബാഗുമെടുത്ത് അവൾ കയറി. ഒന്നിനും ഉത്തരമില്ലാതെ, ഒന്നും മനസ്സിലാകാതെ, ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് എന്ന് അറിയാതെ അവൾ സമയത്തെ നീക്കി. നന്ദിനി. കയ്യിലെ ഫോണുമായി വെപ്രാളത്തോടെ മാധവൻ നന്ദിനിയുടെ അടുത്തേക്ക് വന്നു. ദേ, ഹർഷൻ വിളിക്കുന്നു.
കയ്യിലുള്ള ഫോൺ അയാൾ നന്ദിനിക്കു നേരെ നീട്ടി. ഹർഷന്റെ പേര് കേട്ടതും നന്ദിനി വെപ്രാളത്തോടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. വീഡിയോ കോൾ അല്ല. ആകാംക്ഷയോടെ അവനെ ഒരു നോക്ക് കാണാൻ നന്ദിനി ഫോണിലേക്ക് നോക്കിയതും മാധവൻ പറഞ്ഞു, ഹലോ മോനെ ഹർഷ. മാധവൻ വീഡിയോ കോൾ അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ചെവിയോട് അടുപ്പിച്ചു ഫോൺ വെച്ച് പതിഞ്ഞ സ്വരത്തിൽ നന്ദിനി വിളിച്ചു. അമ്മേ, ഞാൻ നാളെ എത്തും. പരുക്കം ശബ്ദമാണ് അവനിൽ നിന്ന് ഉയർന്നത്. അമ്മയെ പറ്റിക്കില്ലല്ലോ. ഒരുപാട് തവണ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് ഹർഷൻ വന്നിട്ടില്ല. അതാണ് നന്ദിനി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ആ വാക്കിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നില്ല നന്ദിനി. ഇല്ല, ഞാൻ വരും. ഞാൻ തിരക്കിലാണ്. നാളെ നേരിട്ട് കാണാം. ഔദ്യോഗികമായുള്ള അവന്റെ സംഭാഷണം. അത്രയും പറഞ്ഞു അവൻ ഫോൺ കട്ടാക്കി. ഫോൺ കട്ടാക്കിയതും നന്ദിനി ചെവിയിടുക്കിൽ നിന്ന് ഫോണെടുത്ത് മാധവന് നേരെ നീട്ടി. അവൻ നാളെ എത്തുമെന്ന്. ഫോൺ കൊടുത്തുകൊണ്ട് നന്ദിനി നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട. അവൻ എത്തിയിട്ട് സന്തോഷിച്ചാൽ മതി. തന്റെ കുഞ്ഞു പെങ്ങളുടെ സന്തോഷം കാണുമ്പോൾ മാധവന് പേടിയാകുന്നു. ഇതുപോലെ ഒരുപാട് തവണ അവൻ വരുമെന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരാശയ്ക്കൊക്കെ ഫലമുണ്ടായത് നന്ദിനിയുടെ വേദനയാണ്. തന്റെ മുന്നിൽ കുഞ്ഞു പെങ്ങൾ കരയുമ്പോൾ ഏട്ടന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് വീണ്ടും ആവർത്തിക്കുമോ എന്ന പേടി ആ ഏട്ടനുണ്ട്. എന്റെ കുഞ്ഞിന്റെ സ്വഭാവം എപ്പോഴാ ഏട്ടാ മാറുക? എത്രയായി അവന്റെ സ്നേഹത്തോടെയുള്ള സംസാരം ഞാൻ കേട്ടിട്ട്. മനസ്സിലുള്ള വേദന ഏട്ടനുമായി പങ്കിടുകയാണ് നന്ദിനി. കാത്തിരിക്കാം. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. 23-ാം വയസ്സിൽ അത്രയും വലിയ ദുരന്തമല്ലേ അവൻ ഫേസ് ചെയ്തത്. ഏട്ടാ, നന്ദിനി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിനങ്ങളാണ്. വീണ്ടും ആ ഓർമ്മകൾ മാധവൻ പറഞ്ഞപ്പോൾ നന്ദിനിയുടെ ഹൃദയം വിങ്ങി. ഞാൻ അറിയാതെ. നീ ഇനി അതോർത്ത് വിഷമിക്കേണ്ട. ഞാനൊന്ന് ഓഫീസ് വരെ പോയി വരാം. അർജുൻ വന്നിട്ടുണ്ട്. അവൻ ഇവിടേക്ക് വരുമോ? പറഞ്ഞു നോക്കാം, അത്ര തന്നെ. വേദനയോടെ പറഞ്ഞ് മാധവൻ നന്ദിനിയുടെ അടുത്തു നിന്ന് പുറത്തേക്ക് വന്നു. ഞാനും മോന്റെ കൂടെ തറവാട് വരെ ഒന്ന് പോയി വന്നാലോ? അർജുൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് മീനാക്ഷി മാധവന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്. അവനോട് ചോദിക്കട്ടെ, അവൻ ഇന്ന് തിരിച്ചു പോകുമോ ഇല്ലയോ ഒന്നും അറിയില്ല. തിരിച്ചു പോകുന്നില്ലെങ്കിൽ എന്തായാലും തറവാട്ടിലേക്കായിരിക്കും അവൻ പോകുക. അപ്പോൾ നിനക്ക് പോകാം. ഇവിടേക്ക് വരുമോ എന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോൾ അവന്റെ മനസ്സ് മാറിയാലോ? പ്രതീക്ഷയോടെയുള്ള മീനാക്ഷിയുടെ വാക്കുകൾ. അവനെ നിനക്കറിയാവുന്നതല്ലേ. വാശിയുടെ കാര്യത്തിൽ ഹർഷനും അർജുനും ഒരുപോലെയാണ്. രണ്ടുപേരും നേരിട്ട് സംസാരിക്കാതെ ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല. അജുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവന് അവന്റെ അഭിമാനമല്ലേ വലുത്. വേദനയോടെ അത്രയും പറഞ്ഞ് മാധവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിരാശയോടെ മാധവനെ നോക്കിക്കൊണ്ട് വാതിൽ ചാരി നിന്നു മീനാക്ഷിയും. ഇതൊക്കെ എപ്പോൾ അവസാനിക്കും എന്ന ചിന്തയിൽ. ദേ കുഞ്ഞെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോയി കിടന്ന ആളാണ്. സന്ധ്യയായിട്ടും പുറത്തേക്ക് വരാത്തത് കണ്ട് കല്യാണി റൂമിലേക്ക് കയറി വന്നു. എന്നാൽ ഹെഡ്ബോർഡിനോട് ചാരിയിരുന്ന് ഓരോ ആലോചനയിൽ ഇരിക്കുകയാണ് അഭി. അഭിയെ കണ്ടതും ഭക്ഷണം കഴിക്കാൻ കല്യാണി വിളിച്ചു. കല്യാണിയുടെ ശബ്ദം കേട്ടതും ആലോചനയിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നു. എനിക്ക് വിശപ്പില്ല അമ്മേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? വന്ന് എന്തെങ്കിലും കഴിക്ക്. ഇല്ലെങ്കിൽ കുഞ്ഞു വന്നാൽ എന്നെയാ വഴക്കു പറയുക. കുറച്ചു നേരത്തെ എന്നെ വിളിച്ചിരുന്നു. മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. മോള് വന്ന് എന്തെങ്കിലും കഴിക്ക്. കുഞ്ഞിപ്പോൾ എത്തും. ഹർഷനെ ഓർക്കുമ്പോൾ കല്യാണിക്ക് ഭയമാകുന്നുണ്ട്. പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ ആളുടെ കയ്യിൽ നിന്നും നല്ല വഴക്ക് കൊള്ളും. മൂത്തതാണെന്നൊന്നും അവൻ നോക്കില്ല. ഞാൻ വരാം. കല്യാണിയുടെ നിസ്സഹായാവസ്ഥ അവരുടെ മുഖത്ത് കണ്ടതും അഭിക്ക് വല്ലാതെയായി. വിശപ്പില്ലെങ്കിലും അവരെ സമാധാനപ്പെടുത്താനായി എന്തെങ്കിലും കഴിക്കാൻ അവർക്ക് പിറകെ അവളും വന്നു. കല്യാണിയെ ബോധിപ്പിക്കാൻ മാത്രം ഭക്ഷണം കഴിച്ചു അവൾ എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് പോകാൻ നിന്നതും മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. പോകാൻ നിന്നവൾ ടേബിൾ വൃത്തിയാക്കുന്ന കല്യാണിയെ നോക്കി. പുറത്ത് കാർ വന്ന് നിന്നിട്ടും കല്യാണി തന്റെ ജോലി തുടരുകയാണ്. അതെന്താ കാറിന്റെ ശബ്ദം കേട്ടിട്ടും പോയി നോക്കാത്തത് എന്ന സംശയം അഭിയിൽ ഉദിച്ചു. ടേബിൾ വൃത്തിയാക്കി അടുക്കളയിലേക്ക് പോകാൻ നിന്ന കല്യാണി തന്നെ നോക്കുന്ന അഭിയെ കണ്ടതും അവർ പറഞ്ഞു, കുഞ്ഞാ വന്നത്, കുഞ്ഞു വാതിൽ തുറന്നോളും. ചെറു പുഞ്ചിരിയോടെ അവളുടെ നോട്ടത്തിന് ഉത്തരം നൽകി കല്യാണി അടുക്കളയിലേക്ക് പോയി. ബോസ് ആണ് വന്നതെന്ന് അറിഞ്ഞതും അവൾ വേഗം റൂമിലേക്ക് കയറി. എന്തോ എന്നറിയില്ല, പെണ്ണിന് അവനെ ഭയമാണ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പേറുന്നത് അവൾ അറിയുന്നുണ്ട്. അവൾ കതകടച്ച് ബെഡിലേക്ക് പോയിരുന്നതും കതകിന് തട്ടൽ കേട്ടതും ഒരുമിച്ചായിരുന്നു. അവൾക്ക് ഒട്ടും ചിന്തിക്കേണ്ടി വന്നില്ല ആരാണ് വാതിലിന് തട്ടുന്നതെന്ന്. ചെറുഭയത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾ പതിയെ വാതിലിനരികിലേക്ക് ചെന്നു. അപ്പോഴും ശക്തമായി വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. മുഖത്ത് പറ്റിച്ചേർന്ന വിയർപ്പ് തുള്ളികൾ അമർത്തി തുടച്ച് അവൾ മെല്ലെ വാതിൽ തുറന്നു. സംസാരിക്കാനുണ്ട്, പുറത്തേക്ക് വാ. തീർത്തും ഗൗരവമായിരുന്നു അവന്റെ സംസാരത്തിലും നോട്ടത്തിലും. അവൾ ഒന്നും പറയാതെ ഷോൾ ഒരിക്കൽ കൂടി നേരെയാക്കി
അവൾ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും അവൻ സെറ്റിയിൽ ഇരിപ്പുണ്ട്, കൂടെ ഒരുപാട് പേപ്പേഴ്സും. എന്താ കാര്യമെന്ന് അറിയാതെ അവൾ അവൻ്റെ മുന്നിലേക്ക് പോയി നിന്നു. സിറ്റ്. തൻ്റെ മുന്നിലായുള്ള ചെയറിലേക്ക് അവൻ കൈ ചൂണ്ടി. വേണ്ട, ഞാൻ നിന്നോളാം, പതിഞ്ഞ അവളുടെ സ്വരം. സിറ്റ്. മറുത്തൊന്നും അവൻ പറഞ്ഞില്ല. ഉറക്കെയായിരുന്നു അവളോട് ഇരിക്കാൻ അവൻ പറഞ്ഞത്. ഉറക്കെയുള്ള അവൻ്റെ ശബ്ദം കേട്ടതും താനെ അവൾ ചെയറിലേക്ക് ഇരുന്നു. ഒപ്പം അവൾക്ക് നേരെ 1-2 പേപ്പേഴ്സ് അവൻ നീട്ടുകയും ചെയ്തു. വായിച്ചു നോക്കി സൈൻ ചെയ്യണം. സമ്മതമാണെങ്കിൽ മാത്രം മുന്നോട്ടു പോകാം. വീണ്ടും ഗൗരവം. തൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു മനുഷ്യജീവി എന്ന പരിഗണന പോലും അവൻ നൽകുന്നില്ല. തെല്ല് കൂസലില്ലായ്മയോടുകൂടിയുള്ള അവൻ്റെ സംസാരം. അവൻ നീട്ടിയുള്ള പേപ്പേഴ്സ് അവൾ കൈനീട്ടി വാങ്ങി. ഒപ്പം വായിക്കാനും തുടങ്ങി. അവൾ പതിയെ തനിക്ക് കേൾക്കാൻ പാകത്തിന് വായിക്കാൻ തുടങ്ങിയതും അവൻ അവളോട് ഉറക്കെ വായിക്കാൻ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കേൾക്കാൻ പാകത്തിലും വായിക്കാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞാൽ അഭിനയ എന്ന ഞാൻ ഹർഷവർദ്ധൻ എന്ന ആൾക്ക് ഡിവോഴ്സ് നൽകും. ഡിവോഴ്സിന് ശേഷം ഹർഷവർദ്ധൻ എന്ന ആളുടെ കുടുംബവുമായി തനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. ശാരീരികമായോ മാനസികമായോ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അഭിനയ എന്ന ഞാൻ മാത്രമായിരിക്കും തെറ്റുകാരി. ഹർഷവർദ്ധൻ എന്നയാൾ പറയുന്നത് എന്തും അനുസരിക്കാൻ അഭിനയ എന്ന ഞാൻ തയ്യാറാണ്. 1 വർഷക്കാലം 25 ലക്ഷം രൂപയ്ക്ക് താൻ ഹർഷവർദ്ധൻ എന്നയാൾക്ക് പണയപ്പെട്ടിരിക്കുകയാണ്. അതിനുമേൽ എന്ത് നിയമ നടപടികൾ വന്നാലും ഉത്തരവാദി അഭിനയ എന്ന ഞാൻ മാത്രമായിരിക്കും. ഹർഷവർദ്ധൻ്റെയോ അദ്ദേഹത്തിൻ്റെയോ സ്വത്തുക്കളുടെയോ ഒരവകാശവും അഭിനയ എന്ന എനിക്ക് വേണ്ട. അഭിനയ എന്ന ഞാൻ വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് അത് മാത്രമേ 1 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ഹർഷവർദ്ധൻ എന്ന ആൾക്ക് മാത്രമായിരിക്കും അവകാശം. ഓക്കെ, ഇതിൽ പറഞ്ഞതൊക്കെ തനിക്ക് സമ്മതമാണെങ്കിൽ സൈൻ ചെയ്യാം. അവൾ വായിച്ചു കഴിഞ്ഞതും പ്രൊസീജിയേഴ്സിലേക്ക് ഹർഷൻ കടന്നു. ഒപ്പം ഒരു പെൻ അവൾക്ക് നേരെ നീട്ടുകയും ചെയ്തു. അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അവൻ നീട്ടിയ പെൻ അവൾ വാങ്ങി സൈൻ ചെയ്യുകയും ചെയ്തു. സൈൻ ചെയ്തതിന് ശേഷം അവൾ അവന് നേരെ പേപ്പേഴ്സ് നീട്ടി. പിന്നെ മറ്റൊരു കാര്യം എഗ്രിമെൻറ്റിൽ പറയാത്തത്. കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വേണ്ട. താൻ എൻ്റെ വെറുമൊരു ജോലിക്കാരിയാണ്. എൻ്റെ എന്ത് ആവശ്യങ്ങളും ഈ 1 വർഷത്തേക്ക് നടത്തിത്തരുന്ന ജോലിക്കാരി. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. പിന്നെ മാസാമാസം കൃത്യമായി ഒരു തുക നിന്റെ അക്കൗണ്ടിലേക്ക് വരും. ഇനി നിനക്ക് പോകാം. തൻ്റെ ഭാഗം ക്ലിയറാക്കി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒപ്പം അവൾ സൈൻ ചെയ്തു കൊടുത്ത പേപ്പേഴ്സ് എടുക്കുകയും ചെയ്തു. അവൻ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടും പെണ്ണ് ഇരുന്നിടത്ത് നിന്നും അനങ്ങുന്നില്ല. ഒപ്പം അവളുടെ കണ്ണുകളും ഈറനണിഞ്ഞിട്ടുണ്ട്. ഇനി തൻ്റെ ജീവിതം എന്താണോ എങ്ങനെയാണോ എവിടെയാണോ ഒന്നും പെണ്ണിന് അറിയുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് പോലെ ജീവിക്കുക ഈ 1 വർഷക്കാലം. തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ നുരഞ്ഞു വരുന്ന വേദന ഇല്ലാതെയാകുന്നു. പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 10 മടങ്ങ് വേദനിക്കാനുണ്ടെന്ന്. പേഷ്യൻറ്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് അവരുടെ മകളെ കാണണമെന്ന്. ഏതെങ്കിലും ഒരാൾക്ക് പോയി കാണാം. നേഴ്സും ഡോക്ടറും ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാമനും പാറുമ്മയും കസേരയിൽ ഇരിപ്പുണ്ട്. ഐസിയു ഡോർ തുറന്ന് നേഴ്സും ഡോക്ടറും വരുന്നത് കണ്ടതും 2 പേരും സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. പോയി കണ്ടോളൂ, 2 പേരോടും പറഞ്ഞ് ഡോക്ടറും നേഴ്സും മുന്നോട്ടേക്ക് നടന്നു. അവർ പോയി കഴിഞ്ഞതും സാവിത്രിയോട് അഭിയെക്കുറിച്ച് എന്തു പറയുമെന്നോർത്ത് 2 പേർക്കും ആകുലതയായി. രാമേട്ടൻ അകത്തു കയറി സാവിത്രിയെ കണ്ടിട്ട് വാ. 2 പേരും അകത്തേക്ക് കയറേണ്ട. അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ടും എന്തു ചെയ്യണമെന്നറിയാതെ 2 പേരും നിന്നു. എന്നാൽ ആരെങ്കിലും വരുമെന്ന് സാവിത്രി പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതിയാണ് പാറുവമ്മ മാമയോട് പറയുന്നത്. അഭിയെക്കുറിച്ച് സാവിത്രി ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സങ്കോചം പാറുവമ്മയോട് പറഞ്ഞു. അഭിയെ കാണണമെന്നാണ് സാവിത്രി ആവശ്യപ്പെട്ടതും മകൾ മറ്റൊരിടത്താണെന്നും അറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും? തനിക്ക് വേണ്ടി തൻ്റെ മകൾ ഒരു പണയവസ്തുവാണെന്ന് ആ അമ്മ അറിഞ്ഞാലോ? ഇപ്പോൾ അഭിയെക്കുറിച്ച് ഒന്നും പറയേണ്ട. പെട്ടെന്ന് അവൾക്കൊരു ജോലി കിട്ടിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ അഡ്വാൻസ് പൈസയാണ് ഇപ്പോൾ അടച്ചതെന്നും. സാവിത്രി ഉറപ്പായും പണത്തിൻ്റെ കാര്യം അന്വേഷിക്കും. തൽക്കാലം നിങ്ങൾ അവളെ ഒന്നും അറിയിക്കേണ്ട, പ്രത്യേകിച്ച് അഭിയുടെ കാര്യം. ഹോസ്പിറ്റൽ വിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് സമാധാനപരമായി എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. ഇനിയും വൈകിക്കേണ്ട, പോയി കണ്ടുവാ. ഞാനിവിടെ ഇരിക്കാം. പാറുവമ്മ തന്നെ മാമയ്ക്ക് ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഇല്ലെങ്കിൽ മാമ അകത്ത് കയറി ചിലപ്പോൾ നടന്നതൊക്കെ പറഞ്ഞെന്ന് വരും. അത് തടയാനും കൂടിയാണ് പാറുവമ്മ വിശദമായി പറഞ്ഞു കൊടുത്തത്. പാറുവമ്മ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായതും മാമ ഐസിയുവിലേക്ക് കയറി.